ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ ചർച്ചയാകുന്നു. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ EVM ബ്ലാക്ക് ബോക്സ് ആണെന്നും പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. EVM ഉപയോഗിക്കണമെന്ന വാശിക്ക് കാരണം BJP വ്യക്തമാക്കണമെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. ഇന്ത്യയിലെ EVMകൾ സുരക്ഷിതമാണ് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇലോൺ മസ്കിന്റെ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടുതലായി പുറത്തു വരുന്നു. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ചർച്ചകൾക്ക് അത് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന പ്രതികരണങ്ങൾ, ബൽറാം? റീജിത്ത്, US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVM അട്ടിമറി നടന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് EVMകൾ മനുഷ്യരാലോ AI സാങ്കേതിക വിദ്യയാലോ ഹാക്ക് ചെയ്യൽ സാധ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം നിർത്തണം എന്നുമുള്ള ഒരു പ്രതികരണം ഇലോൺ മസ്ക് സമൂഹ മാധ്യമമായ എക്സിലൂടെ നടത്തിയത്. ഈ വിഷയത്തിൽ ഇലോൺ മസ്കും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് സമൂഹ മാധ്യമത്തിൽ വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൂന്നാം തലമുറ EVMകൾ ഒരു തരത്തിലും അട്ടിമറി നടത്താൻ സാധ്യമല്ല എന്നും അത് സ്റ്റാൻഡ് അലോൺ സാങ്കേതിക വിദ്യയാണ് എന്നും പുറമേ നിന്നുള്ള യാതൊരു ഉപകരണങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുമുള്ള പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. അതുകൊണ്ട് തന്നെ EVMകൾ സംബന്ധിച്ച് ഇലോൺ മസ്കിന് അത് ക്ലാസ് എടുക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം മറുപടി നൽകി. എന്നാൽ ഇത് ഇലോൺ മസ്ക് നടത്തിയത് ഒരു സാമാന്യവൽക്കരണം മാത്രമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. എന്നാൽ അട്ടിമറി സാധ്യമാണ് എന്ന മറുപടി നൽകി ഇലോൺ മസ്ക്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായം പറയാൻ അർഹതയുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിലേത് സാധ്യമല്ല എന്ന മറുപടി രാജീവ് ചന്ദ്രശേഖർ നൽകുകയായിരുന്നു. എന്നാൽ ഇലോൺ മസ്കിനെ പിന്തുണച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അഖിലേഷ് യാദവും രംഗത്തെത്തിയിരിക്കുന്നത്. അഖിലേഷ് യാദവ് ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ സാങ്കേതിക വിദഗ്ധർ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJP EVMകൾക്ക് വേണ്ടി ഇത്തരത്തിൽ നിർബന്ധം പിടിക്കുന്നത് എന്നും രാജ്യത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ബാലറ്റ് പേപ്പറിൽ നടത്തണമെന്ന ആവശ്യമാണ് അഖിലേഷ് യാദവ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.